ഡിയർ സ്റ്റുഡൻസ്, യൂണിറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 1/2 എന്നൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിനോമിനേറ്റർ 12 ആണെങ്കിൽ അനദർ ഫോം, അതായത് മറ്റേ ഫ്രാക്ഷൻ എന്താണ് വിത്ത് ഡിനോമിനേറ്റർ 12 എന്നാണ് ചോദിക്കുന്നത്. അവിടെ താഴെ 12 കിട്ടണമെങ്കിൽ 2ൻ്റെ കൂടെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെയാണ് നമ്മൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ദ ആൻസർ വിൽ ബി 6/12. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 1/4 ആണ്. ന്യൂമറേറ്റർ 100 ആണ്. അപ്പോൾ 1ൻ്റെ കൂടെ എന്ത് ഗുണിച്ചാലാണ് 100 കിട്ടുക? 100. അത് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിലും ഗുണിക്കണം. താഴെ നമ്മൾ 100 ഗുണിക്കുമ്പോൾ താഴെ 400 ആവും. സോ ദ 1/4 ഫ്രാക്ഷന് 1/4 എന്നുള്ളത് നമുക്ക് 100/400 എന്ന് എഴുതാവുന്നതാണ്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 1/2 1/3. അപ്പോൾ ഒരു പെയർ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അതർ 3 ഫോംസ്, മറ്റ് ഫോംസാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 2ൻ്റെയും 3ൻ്റെയും LCM കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഡിനോമിനേറ്റേഴ്സ് ഇൻറ്റു ചെയ്യുക. 2 × 3 എന്താ കിട്ടുക? 6. ഇനി നമ്മൾ 1/2 എന്നുള്ള ആദ്യത്തെ ഫ്രാക്ഷൻ എടുക്കുക. അപ്പോൾ താഴെ 6 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെയാണ് 6 ആക്കേണ്ടത്. അപ്പോൾ 2 × 3 6 ആണ്. അത് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക 1 × 3. അപ്പോൾ 3 കിട്ടും. അപ്പോൾ 1/2 പകരം നമുക്ക് എന്ത് പറയാം? 3/6. ഇനി ഒന്നും ചെയ്യണ്ട, അതർ ഫോം പറയാം. അത് ഡബിൾ ആക്കാം. അതർ ഫോം ചോദിക്കുകയാണെങ്കിൽ ഈ 3/6 ഡബിൾ ആക്കി എന്ത് കിട്ടും? 6/12. ഇനി ഒരു ഫ്രാക്ഷൻ കൂടി കിട്ടണമെങ്കിൽ 6/12 ഡബിൾ ആക്കുക. അപ്പോൾ 6 എന്നുള്ളത് 12 ആവും, 12 എന്നുള്ളത് 24 ആവും. ഇത് തന്നെയാണ് താഴെയുള്ള ഫ്രാക്ഷനോടും നമ്മൾ ചെയ്യണത്. 1/3 എന്നുള്ള ഫ്രാക്ഷൻ താഴെ 6 വരണമെങ്കിൽ 3യുടെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നെ മുകളിൽ 1ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദ ആൻസർ വിൽ ബി 2/6. ഇനി എന്ത് ചെയ്യണം? അത് ഡബിൾ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? 2/6 ഡബിൾ ചെയ്താൽ 4/12. 4/12 വീണ്ടും ഡബിൾ ചെയ്യുക 8/24. ഓക്കെ, അങ്ങനെ ചെയ്താലും നമുക്ക് 3 ഫോംസ് വിത്ത് സെയിം ഡിനോമിനേറ്റർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 26ത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കണ്ട അവർ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ? അതനുസരിച്ച് നമ്മൾ ചെയ്യണം. മൾട്ടിപ്ലയർ ഏതാണെന്ന് ഗെസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൾട്ടിപ്ലയറിനെ യൂസ് ചെയ്തിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് അനദർ ഫോം നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചർ ആൻസർ തന്നിട്ടുണ്ട്. മൾട്ടിപ്ലയർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മൾട്ടിപ്ലയറിനെ മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടിയാൽ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അനദർ ഫോം കിട്ടും. തന്നിട്ടുള്ള ഫ്രാക്ഷൻ്റെ അനദർ ഫോം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചറോട് ആൻസേഴ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫ്രാക്ഷൻ നിങ്ങൾ തന്നെ ഫൈൻഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ അവരൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഫ്രാക്ഷനെ നമ്മൾ ലോവസ്റ്റ് ടേം ആക്കണം, അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയാറുണ്ട്. ലോവസ്റ്റ് ടേം എങ്ങനെയാണ് നമ്മൾ ആക്കുക? അപ്പോൾ 12/21 എന്ന് പറയുമ്പോൾ 12ഉം 21ഉം ഒരുമിച്ച് ഏത് ടേബിളിലാണ്? 3 ടേബിളിൽ. അപ്പോൾ നമുക്ക് 3 × 4 എന്ന് എഴുതാം. 21നെ 3 × 7 എന്ന് എഴുതാം. 3 ക്യാൻസൽ ചെയ്യുക, കോമൺ ആയത്. അപ്പോൾ ആൻസർ 4/7. അപ്പോൾ 4/7 ഇനി ചെറുതാക്കാൻ പറ്റില്ല, കാരണം 4ഉം 7ഉം ഒരുമിച്ച് വേറെ ടേബിളിലില്ല. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 27/81. ഇവിടെ 27 ആയാലും 81 ആയാലും 9 ടേബിളുണ്ട് അല്ലേ? 9 × 3 9 × 9. അപ്പോൾ ഇവിടെ 9ഉം 9ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുക, ഒരേപോലെയുള്ളത്. അപ്പോൾ 3/9. 3/9 എന്ന് പറയുമ്പോൾ 3 ടേബിളുണ്ട്, 9ഉം 3 ടേബിളുണ്ട്. 3 × 1 എഴുതാം, 3 × 3 എന്ന് എഴുതാം. ഇവിടെ 3 കോമൺ ആണ്, അത് വെട്ടിക്കളയാം. ബാലൻസ് എന്താണുള്ളത്? 1/3. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫ്രാക്ഷനിൽ മുകളിൽ 1 വന്നാൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ലോവസ്റ്റ് ടേം ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കിയേ. 33 ലിറ്റേഴ്സ് നമ്മൾ 12 പേഴ്സൺസിന് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേഴ്സണ് എത്ര ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ ഒരു എണ്ണത്തിൻ്റെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിവിഷൻ എന്നറിയാം. അപ്പോൾ 33 ലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 33നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോഷ്യൻ്റ് 2ഉം റിമൈൻഡർ 9ഉം അല്ലേ? അപ്പോൾ ഇത് റിമൈൻഡർ വന്നതുകൊണ്ട് മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. സോ 2 9/12 ലിറ്റർ. നെക്സ്റ്റ് നമുക്ക് 9/12 എന്നുള്ളത് അങ്ങനെ തന്നെ വെക്കാം. അല്ലെങ്കിൽ 9ഉം 12ഉം 3 ടേബിളുണ്ട്. അപ്പോൾ 3 × 3 എന്ന് എഴുതാം, 3 × 4. 3 വെട്ടിക്കളഞ്ഞാൽ 3/4 എന്നാവും. 2 9/12 എന്ന് വെച്ചാലും കറക്റ്റ് തന്നെയാണ്. സോ ദ ആൻസർ വിൽ ബി 2 3/4 ലിറ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 6th ക്വസ്റ്റ്യൻ. റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4. 1/4നെ 3 വിധത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 ഡിഫറെൻറ്റ് ഫോംസ്. അത് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടീച്ചറിവിടെ 2 മെത്തേഡും ഒരു ലൈൻ വരച്ച് ലെഫ്റ്റും റൈറ്റും ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്യും.
ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യത്തെ മെത്തേഡ് 1/4 എന്നുള്ളൊരു ഫ്രാക്ഷൻ ഉണ്ട്, അതിന് ഡബിൾ ആക്കുക. അപ്പോൾ 1 2 ആവും, 4 8 ആവും, അപ്പോൾ 2/8. ഈ 2/8 വീണ്ടും ഡബിൾ ആക്കുക, അപ്പോൾ 4 ആവും, 8 16 ആവും. ഇനി 4/16 ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ 4 8 ആവും, 16 ഡബിൾ ചെയ്യുമ്പോൾ 32 ആവും. ഇതാണ് ഒരു രീതി. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1/4 ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം 1/4 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2/8 കിട്ടും. അതിനുശേഷം പിന്നെ നമുക്ക് 1/4 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 3 3, 4 × 3 12 കിട്ടും. അപ്പോൾ 3/12 എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 4 4, 4 × 4 16. ആ രീതിയിലും നമുക്ക് 3 ഫോംസ് ചെയ്യാവുന്നതാണ്. രണ്ട് മെത്തേഡിലും ചെയ്യാം.